ഹായ് ഫ്രണ്ട്സ്, പലരും പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് പോലെ എൻ്റെ ഭർത്താവ് എനിക്കൊരു വില തരുന്നില്ല. എനിക്ക് വീട്ടിൽ ഒരു വിലയും ഇല്ലാത്ത അവസ്ഥയാണ്. ഞാൻ എന്താ ചെയ്യുക? എനിക്ക് വീട്ടിൽ നല്ല ഒരു സന്തോഷ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ പറയുന്നത് പോലെ വീട് സ്വർഗ്ഗതുല്യമാക്കണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവ് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്കൊരു കെയർ തരുന്നില്ല. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിലേക്ക് പോകാൻ ഒന്നും തന്നെ എന്നെ അനുവദിക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ട്. അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് ഈ വീഡിയോ ഫുള്ളായി കാണുക. അപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത്, ഞാൻ പറയുന്നത് പോലെ നമുക്ക് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കുക. പല സ്ത്രീകളും പറയുന്നത് പോലെ എന്നെ ആരും ഒരു വിലയും കൽപ്പിക്കുന്നില്ല, ഒരു മനുഷ്യർക്കും എന്നെ വേണ്ട, ആർക്കും എന്നോടൊരു സ്നേഹം വേണ്ട, ഇത് തന്നെയാണ് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റുള്ളവരടുത്ത് പറഞ്ഞ് നടക്കാറുമുണ്ട്. നമുക്കേ നമ്മളൊരു വിലയില്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ പറയാൻ പറ്റും മറ്റുള്ളവർ എങ്ങനെ വില കൽപ്പിക്കണം? ശരിയല്ലേ? അപ്പോൾ നമ്മൾ തന്നെ നമുക്കൊരു വാല്യൂ കൊടുക്കുക, നമ്മൾക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക, നമുക്ക് സെൽഫ് ലവ് ഉണ്ടായിരിക്കണം. നമ്മൾ തന്നെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും നമ്മളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ചില സ്ത്രീകളുണ്ട്, എപ്പോഴും മോന്തയൊക്കെ ഇറക്കി കെട്ടിവെച്ച് ദേഷ്യപ്പെട്ടിരിക്കുക, ഈ ലോകത്തുള്ള പ്രശ്നം മൊത്തം അവരുടെ തലയിലാണ് എന്നുള്ള രീതിയിൽ നടക്കുന്ന സ്ത്രീകളുണ്ടായിരിക്കും. നിങ്ങൾ എപ്പോഴും ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ? അപ്പോൾ അഥവാ നിങ്ങൾ എപ്പോഴും ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു സ്മൈൽ ഇടുക. അതാ നിങ്ങളുടെ മുഖം വീർപ്പിച്ച് നടക്കുന്ന വ്യക്തിയാണോ എന്നൊക്കെ ഒന്ന് നോക്കുക. എപ്പോഴും നല്ല ചിരിച്ച് സന്തോഷിച്ച് നടക്കുന്നൊരു വീട്ടമ്മ. അപ്പോൾ നമ്മുടെ ഭർത്താവിന് ഭയങ്കര സന്തോഷമായിരിക്കും. എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരിക്കുക. ചിലർ എപ്പോഴും ആൾക്കാരെ കുറ്റം പറയുക, ഭർത്താവിൻ്റെ വീട്ടുകാരെ, കുടുംബക്കാരെ, നാട്ടുകാരെ, ബന്ധുക്കാരെ, എപ്പോഴും മുഖമൊക്കെ ഇറക്കി കെട്ടിവെച്ച് ഒരു കുഞ്ഞു ഭാരം പോലും വീർപ്പിച്ച് അതിനെപ്പറ്റി പറഞ്ഞ് അതിനെ ഒരു മനുഷ്യനെ കുത്തി ഒരു ജീവിതകാലം മൊത്തം ആ മനുഷ്യനിങ്ങനെ കുത്തിയിട്ട് കഴിയുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പം ഓരോ ചെറിയ കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മുടെ ഭർത്താവിന് തന്നെ ഒരു മനസ്സിനെ തകർക്കും. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നത്. ഇതിനൊക്കെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഒഴിവാക്കുക. അദ്ദേഹത്തിന് ഒരു വാല്യൂ കൊടുക്കുക, ഒരു റെസ്പെക്റ്റ് കൊടുക്കുക. നിങ്ങൾ പൂർണ്ണമായി ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ആവശ്യം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആവശ്യം കെയറാണ്. എന്നാൽ ഭർത്താവ് ആഗ്രഹിക്കുന്നത്, ഭർത്താവിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നത് ഇഷ്ടമല്ല. നമ്മളൊരു സിനിമ കണ്ടിട്ടില്ലേ, ചന്ദ്രേട്ടൻ എവിടെയാ എങ്ങനെ എപ്പോഴും ഭർത്താവ് എവിടെയെങ്കിലും പോകുമ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. പല കാര്യത്തിനും അവർ പോകും. അപ്പോൾ പല സ്ത്രീകൾ എപ്പോഴും ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ എവിടെയാണ്, എപ്പോഴും ഇങ്ങനെ തിരിച്ചു വരണം, 5 മിനിറ്റുള്ളിൽ തിരിച്ചു വരണം എന്നൊക്കെ ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ പറയുന്നവരുണ്ട്. നമ്മൾ അവർക്കൊരു ഫ്രീഡം കൊടുക്കുക, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാൻ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പാരൻസ് നമ്മുടെ ഭർത്താവിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടോണ്ടിരിക്കുമോ? നമ്മൾ നല്ലത് തിരിച്ചു പറയും. അപ്പോൾ നമ്മുടെ പേരൻസ് നമ്മളെ ഭർത്താവിനെ പറയും, നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ല. അപ്പോൾ അവർക്കും അത് ഇഷ്ടപ്പെടില്ല. നമ്മുടെ അമ്മയായാലും എത്ര മോശപ്പെട്ട വ്യക്തി ആയാലും നമ്മുടെ എത്ര കൊള്ളരുതാത്ത കാര്യം ഭർത്താവ് കാണിക്കുകയാണെങ്കിൽ നമ്മളൊരു പെറ്റമ്മയല്ലേ, ഭർത്താവിനെ അവർ കളയാൻ പറ്റില്ല. അവരെത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് അവരുടെ അടുത്ത് സ്നേഹമാണ്. സ്വന്തം അമ്മയെയും സ്വന്തം വീട്ടുകാരെയും വില കൽപ്പിക്കുന്ന ഭാര്യയാണെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവിന് ഒരു സ്ത്രീയോട് സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഭർത്താവിന് സ്പേസ് കൊടുക്കുക, അദ്ദേഹത്തെ അപ്രീഷ്മെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക. സ്വന്തം കാലിൽ നിൽക്കുന്ന സ്ത്രീകളെ ഭർത്താവിനല്ല എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യും. നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നമുക്കൊരു വില ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു വില ഉണ്ടാകണം, ഈ സമൂഹം നമ്മളെ വില കൽപ്പിക്കണം എന്നൊക്കെ തോന്നും. നമുക്കൊരു വരുമാന മാർഗം വേണം. അപ്പോൾ എല്ലാ കാര്യത്തിനും ഭർത്താവിൻ്റെ മുമ്പിൽ കൈ നീട്ടുക, ഇന്നത് മേടിക്കാൻ പൈസ തരിക, അപ്പോൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുക എന്ന് നമ്മൾ ആഗ്രഹങ്ങൾ നമുക്ക് കാണും. അപ്പോൾ നമ്മുടെ ബന്ധുക്കൾക്ക് കൊടുക്കുക, ചെയ്ത് കൊടുക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം കാണും. എല്ലാത്തിനും അവരുടെ മുമ്പിൽ കൈ നീട്ടുമ്പോൾ അവർക്ക് തന്നെ തരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു വിഷമം തോന്നും. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഞാനിങ്ങനെ കൈ നീട്ടേണ്ടതായിട്ട് വരിക എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു വരുമാന മാർഗം കണ്ടെത്തുക. നിങ്ങൾ സ്വന്തമായിട്ട് വരുമാന മാർഗം ഉണ്ടാക്കുന്ന ആണെങ്കിൽ യെസ് എന്നിടുക, ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്നിടുക. അപ്പോൾ വരുമാന മാർഗം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു വരുമാന മാർഗം കണ്ടെത്തുക. പലരും പറയുന്നത് പോലെ ബിസിനസ് തുടങ്ങുക എന്ന ആഗ്രഹമുണ്ട്, ജോലി കണ്ടെത്തണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയാതിരിക്കാതെ
നമ്മളതിന് വേണ്ടി കണ്ടെത്തുക. അപ്പം എല്ലാവരും പറയുന്നത് വേണമെങ്കിൽ ചക്ക വേരിൽ കായ്ക്കും എന്ന് പറയുന്നത് പോലെ നമ്മൾ വേണമെന്ന് ഇറങ്ങിത്തിരിച്ചാൽ നമുക്ക് ജോലി കിട്ടും. അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കുന്ന സ്ത്രീ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലർ പറയുന്നത് പോലെ ഒരു കാര്യമുണ്ട്, എൻ്റെ ഭർത്താവ് എന്നെ ജോലിക്ക് വിടുന്നില്ല, എനിക്ക് സപ്പോർട്ട് തരുന്നില്ല, എനിക്ക് ചെറിയ മക്കളാണ്. നിങ്ങൾ ഭർത്താവിനോട് കാര്യമായിട്ട് സംസാരിക്കുക, സ്നേഹത്തോടെ സംസാരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രീ ടൈം നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഒരു ജോലി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന ജോലികൾ, ഒരുപാട് ജോലികൾ നമുക്ക് ഇപ്പോൾ സ്ത്രീകൾക്കുണ്ട്. പുറത്ത് വിടില്ലെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തായാലും ഉണ്ട് ഇപ്പോൾ സ്ത്രീകൾക്ക്. അപ്പോൾ ചെറിയൊരു ഗ്രാമപ്രദേശമായാലും കുട്ടികൾ ചെറുതായിരുന്നാലും അപ്പോൾ നമ്മൾ അതിനെ നെഗറ്റീവിലോട്ട് പോകാതെ, നമുക്ക് നെഗറ്റീവിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കത്തില്ല. അപ്പോൾ മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ മാറ്റി എപ്പോഴും ഒരു പോസിറ്റീവായി ചിന്തിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന സ്ത്രീകളെയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഓരോരുത്തരും പറയാറുണ്ട്, ഞാൻ പത്രവാളിയെ പോലെ ഉറഞ്ഞു തുള്ളുന്നൊരു സ്ത്രീയാണ്, മഹാലക്ഷ്മി പോലെ ശാന്തയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഉണ്ട് കൂടുതലും. ഞാൻ ഭർത്താവിനോട് കൂടുതൽ സ്നേഹത്തോട് പെരുമാറും, കുട്ടികളെ കൂടുതലായിട്ട് ഞാൻ നോക്കുന്ന വ്യക്തിയാണ്. അപ്പം വീടുകൾ സ്വർഗമാക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഓരോ പ്രവൃത്തികളും വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ പെരുമാറ്റം വളരെ നല്ല രീതിയിലുള്ള സൗമ്യമായിട്ട് പെരുമാറുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, വളരെ സ്നേഹത്തോടെ ഇരിക്കുക. അങ്ങനെ എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടെ പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഈ മാറ്റങ്ങൾ വരും. ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കൈവെള്ളയിൽ തന്നെ കൊണ്ട് നടക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരുപാട് വീഡിയോ ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ മുന്നോട്ട് പോവാതെ സ്ട്രക്കായി നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരുന്ന, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന മാറ്റം നമ്മൾക്ക് തന്നെ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.